പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ റബ്ബറിലോ മോൾഡ് എടുക്കുവാണ് കേട്ടോ പതിവ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലേയിൽ മോൾഡ് എടുക്കുവാണ്. ഏകദേശം ഒരു ത്രികോണ ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുത്തിട്ടെ മുകളിലായിട്ട് 2 കുഴികളും പിന്നെ അതിന്റെ താഴേക്കായിട്ട് ചെറിയ ചെറിയ കുഴികളായിട്ട് പോരുന്ന രീതിയിൽ അങ്ങ് കുത്തിട്ട് കൊടുക്കുവാണ്. സത്യത്തിൽ ഈ ടൂൾ കിട്ടിയപ്പോഴേ എന്ത് ചെയ്യുമെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു വഴിക്കായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുഴികളും സ്മൈലി പോലെ തന്നെ ഈ കട്ടറുകൊണ്ടാണ് കേട്ടോ സ്മൈലി വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് ബോർഡറും കൂടി അങ്ങ് വെച്ച് കൊടുത്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിക്കാവേ. വീഡിയോയ്ക്ക് വേണ്ടിയേ പ്ലാസ്റ്റർ ഓഫ് പാരീസും ക്ലേയും ഒക്കെ എടുക്കുന്നത് കൊണ്ടും പിന്നെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുമ്പോഴേക്കും യാതൊരു ശ്രദ്ധയില്ലാത്തത് കൊണ്ടും എന്റെ എല്ലാ ഡ്രസ്സിന്റെ ഈ ഭാഗത്തൊക്കെ നല്ല കരിമ്പലാണ് കേട്ടാ. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. വെറും 200 രൂപയ്ക്ക് 2 എണ്ണം കൊള്ളാല്ലേ. കൈ നടക്കാനായിട്ട് നോക്കിയ പൂവിന്റെ ഷേപ്പിൽ 2 ക്ലോത്ത് സൈഡിലുണ്ട്. പിന്നെ പണി ആയുധങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു പോക്കറ്റും കൂടി ഉണ്ട് കേട്ടാ. കൊള്ളാല്ലേ. ഒട്ടും തന്നെ വെള്ളം പിടിക്കാത്ത മെറ്റീരിയൽ ആണ് കേട്ടാ. 200 രൂപയ്ക്ക് 2 എണ്ണം നല്ല ലാഭമല്ലേ. ലിങ്ക് വെള്ളുണ്ട്. നമ്മുടെ വർക്ക് റിലീസിംഗ് ടൈമാണ് കേട്ടോ ഇത്. ശരിക്കും ആകാംക്ഷാഭരിതമായ ഒരു സമയം. റിലീസ് ചെയ്തപ്പോഴേക്ക് കനം കൂടിപ്പോയെന്ന് തോന്നിയോണ്ട് തന്നെ സൈഡും ബാക്കും ഒക്കെ നന്നായിട്ടൊന്ന് കാർവ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 24 കാരറ്റ് ഗോൾഡ് ആണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. പല കളർ നൂലുകൾ ഇങ്ങനെ അങ്ങോട്ട് കെട്ടി എടുക്കുവാണ് കേട്ടോ. അതായത് ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ഒന്ന് കോർത്തെടുക്കുക. സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ നൂൽമാല കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു കുപ്പിയുടെ മൂടിയാണ് കേട്ടോ കുഞ്ചലാക്കുന്നത്. മൂലഗണപതിയും ചന്ദ്രബിംബങ്ങളും ത്രിമുഖവും സരസ്വതിയും ലക്ഷ്മിയും പഞ്ചഭൂതങ്ങളും ഒക്കെ ഉള്ള യഥാർത്ഥ നെറ്റിപ്പട്ടം അല്ലാട്ടോ ഇത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് നെറ്റിപ്പട്ടെ. പക്ഷേ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു നെറ്റിപ്പട്ടം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ.